ശുചിത്വ ഗ്രാമം ക്ലീൻ വില്ലേജ് പ്രോഗ്രാം. അതിനുവേണ്ടി ശുചിത്വ ഗ്രാമം ക്ലീൻ വില്ലേജ് പ്രോഗ്രാം. ചിലപ്പോ ഈ ശുചിത്വം ക്ലീൻ ദി സിറ്റി അല്ലെങ്കിൽ ക്ലീൻ ദ റോഡ് എന്ന് പറയുന്ന പ്രോഗ്രാം എടുക്കുമ്പോൾ സാധാരണ പലരും ചെയ്യുന്നതാണ്. രാവിലെ പോയി രാവിലെ ഒരു 8-9 മണിക്ക് തുടങ്ങി ഉച്ചകൊണ്ട് നിർത്തി അത് കഴിഞ്ഞു, അതിന്റെ ഫോട്ടോ ഒക്കെ പിടിച്ച് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ അവർ ചെയ്തത് അതല്ല, 50 hours 50 മണിക്കൂറുകൾ ഇതിലേക്ക് വേണ്ടി മാറ്റി വെച്ചു. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ എത്ര ദിവസം ആയിക്കോട്ടെ, 50 hours 50 മണിക്കൂർ സമയം അതിലേക്ക് വേണ്ടി അവർ മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇനി കുട്ടികളുടെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കോട്ടൺ മേൽ ഗേൾസ് സ്കൂളിലെ കുട്ടികളുടെ വീഡിയോയുടെ കാര്യം പറഞ്ഞില്ല, ഡോക്യുമെന്ററിയുടെ കാര്യം പറഞ്ഞല്ലേ, ഇതേപോലെ ഈ കാസർഗോഡ് കമ്മല്ലൂർ സ്കൂളിലുള്ള അവർ ചെയ്തിരിക്കുന്നത് കുട്ടികളെ കൊണ്ട് നിലം ഒരിക്കലും വിത്തിടലും ഡോക്യുമെന്ററി ചെയ്തതല്ല, ആ പിള്ളേരെ പാടത്ത് കൊണ്ടുപോയി ചെയ്തിരിക്കുന്നത്. പിള്ളേരെ നിലം ഒരുക്കുന്നതും വിത്തിടുന്നതൊക്കെ ഒന്ന് കാണണം. അതിനൊരു പേരും കൊടുക്കുന്നതാണ്, പേര് കൊടുത്തില്ല, കടുമേനി അയ്യപ്പൻ അപ്പുക്കുട്ടൻ നായരുടെ പാടത്താണ് നിലമൊരുക്കലും വിത്തിടലും. അങ്ങനെ ഇവിടെ നടത്തിയത് ആരെന്നറിയാമോ? മലയോരത്തെ കുട്ടികളുടെ. നോക്കി, മലയോരത്ത് ഈ പാടം കിട്ടില്ല. മലയോരം പോയിട്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ ഇപ്പൊ പാടം എന്ന് പറഞ്ഞാൽ അറിയില്ല. നമ്മുടെ എത്ര കുട്ടികൾക്ക് ഇന്ന് പാടം എന്ന് പറഞ്ഞാൽ അറിയാം, ഇന്ന് നമ്മുടെ എത്ര കുട്ടികൾക്ക് നെല്ലെന്ന് പറഞ്ഞാൽ അറിയാം. അവരൊക്കെ ആകെ അറിയാവുന്ന അരി 2 തരം അരിയുണ്ട്, ചെമ്പാവരിയും പച്ചിരി. ഇത്രയും കുട്ടികൾക്ക് പുഴുക്കൽ അരി എന്ന് പറഞ്ഞാൽ അറിയില്ല. പുഴുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല, കണ്ടിട്ട് പോലുമില്ല. നെല്ല് ശരിയല്ലേ? അങ്ങനെ മലയോരത്തെ കുട്ടികളെ പാടത്ത് കൊണ്ടുവന്ന് പാടത്ത് നിലമൊരുക്കാനും വിത്തിടാനും ഒരു പഠിപ്പിച്ചു. ജലകേളി എന്ന് പറയുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ തന്നെ നടത്തി, അതിനൊരു പേരും കൊടുത്തു, കാച്ചിങ് ടൈറ്റില ജലകേളി. ഇനി മറ്റൊരു ഭൂമിത്വ സേനാ ക്ലബും ചെയ്യാത്ത ഒരു വിഷയം ഇവിടെ ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന പോസ്റ്റർ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. നാം ഇപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മേഖലയാണ്. നാം എപ്പോഴും പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ എന്താണ് ഇപ്പോഴത്തുള്ള കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇലക്ട്രോണിക് വേസ്റ്റ്. ഓക്കെ, ഇലക്ട്രോണിക് വേസ്റ്റ് ഈ ഇത്രയൊക്കെ ചിന്തിക്കുള്ളൂ. പക്ഷേ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പണ്ട് അന്തരീക്ഷത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ എത്രത്തോളം പ്രകാശം നിൽക്കുമോ അതിനേക്കാൾ ഉപരി പ്രകാശം ഇന്ന് അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് എന്തുമാത്രം ഭൂമണ്ഡലത്തെ ബാധിക്കാം, എന്തുമാത്രം ജീവജാലങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കാം. പണ്ടൊക്കെ പരുന്തെന്ന് പറയുന്നത് ഇരുട്ട് കണ്ടുകഴിയുമ്പോ കൂടുതലേക്ക് കയറും. ഇപ്പൊ സന്ധ്യയായാലും ചിലപ്പോ കയറില്ല. എന്തുകൊണ്ടാ? ഈ വെളിച്ചം ഇങ്ങനെ നിൽക്കുക. ഇതൊരു തരം ലൈറ്റ് പൊല്യൂഷൻ. ആ ലൈറ്റ് പൊല്യൂഷനെ പറ്റി പോസ്റ്റർ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ തേജസ്വിനി പുഴ, കരിങ്ങോട് റിവറില് തേജസ്വിനി പുഴയിലെ എക്കോ കൺസർവേഷൻ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അമ്പച്ചാൽ, ചെടിക്കുണ്ട് ചാൽ, വലിയങ്ങാനം ചാൽ, മിൽമാത്തോട്, ഈ 4 കരിങ്ങോട് റിവർ തേജസ്വിനി പുഴയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ആ 4 ചാലുകളും വൃത്തിയാക്കി. നോക്കി, ഒരു പുഴ വൃത്തിയാക്കുന്നതിനേക്കാളും പുഴയുടെ ഡൗൺ സ്ട്രീം വൃത്തിയാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പുഴയുടെ ഉത്ഭവസ്ഥാനം നന്നാക്കണം. പുഴയുടെ ഉത്ഭവസ്ഥാനം ശരിയല്ലെങ്കിൽ മറ്റൊന്നും പിന്നെ കാര്യമില്ല. അപ്പൊ പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുമ്പോൾ എവിടെയാണ്? ആ പുഴയിലേക്ക് വന്നെത്തുന്ന നീർച്ചാലുകളാണ് പ്രധാനമായും പ്രശ്നം. അങ്ങനെ ആ പുഴ, തേജസ്വിനി പുഴയിലേക്ക് വന്നെത്തുന്ന 4 നീർച്ചാലുകളെ വൃത്തിയാക്കി സംരക്ഷിക്കാനുള്ള നടപടി ആ ഭൂമിത്വ സേനാ ക്ലബ് എടുത്തു. മറ്റൊന്ന്, നേരത്തെ കത്തോലിക്കേറ്റ് കോളേജ് ഒരു വായനശാല ഉണ്ടാക്കി, വായനാശീലം വളർത്തിയപ്പോ കാസർഗോഡ് ഹയർ സെക്കൻഡറി സ്കൂള് ചെയ്തെന്നാണ് ഒരു വായനാ വാരവും കഥാ സദസ്സും വെച്ചു. കഥയില് പരിസ്ഥിതി സംബന്ധിച്ച കഥകൾ ചർച്ച ചെയ്യപ്പെടാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഹിപ്പോപ്പൊട്ടാമസിന്റെ കഥകൾ പറയുന്ന പോലെ നമുക്ക് നമ്മെ പറ്റി അറിയില്ലല്ലോ. നമുക്ക് നമ്മെ പറ്റി അറിയില്ല. നമ്മുടെ ശ്വാസത്തെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് ശ്വാസം നിൽക്കണം, അല്ലേ? ഒരു 5 മിനിറ്റ് ശ്വാസം എടുക്കാൻ പറ്റാ ഇങ്ങനെ വന്നാൽ അറിയാം ശ്വാസത്തിന്റെ വില. പണ്ട് കുറെ മത്സ്യങ്ങൾ ഇങ്ങനെ ജലത്തിൽ കളിച്ച് നടക്കരുത്. മത്സ്യങ്ങളെ അപ്പൂപ്പ മത്സ്യവും അമ്മൂമ്മ മത്സ്യവും അച്ഛൻ മത്സ്യം, അമ്മ മത്സ്യം, കുട്ടി മത്സ്യമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കുട്ടി മത്സ്യത്തിനൊരു സംശയം, എന്താണപ്പ ഈ ജലം? കുട്ടി മത്സ്യം